ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു വി ഫോർ ലൈഫ്. വി ഫോർ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് പാർട്ട് 3 ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. മാത്രമല്ല നമ്മുടെ BSc ബയോകെമിസ്ട്രി 6th സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ എക്സാംസ് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും എൻ്റെ ആശംസകൾ. എല്ലാവർക്കും എക്സാം നന്നായി എഴുതാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒട്ടും വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 5 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ സെക്ഷനാണ്. മാത്രമല്ല നമ്മുടെ എസ്സേ ക്വസ്റ്റ്യനും നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഓൾറെഡി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ കുറേയധികം റിപ്പീറ്റേഷൻ വരുന്നുണ്ട് നമ്മുടെ 5 മാർക്സിൽ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്തിട്ടാണ് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് സെല്ലുലോസ് ബയോസിന്തസിസ് ആണ് ക്വസ്റ്റ്യൻ. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണിത്. അപ്പോൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പാർട്ട് വേ എഴുതുന്നതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് സെല്ലുലോസിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുക്കാം. അപ്പോൾ അത് കുറച്ച് വായിക്കുന്നൊരു വാല്യുവേറ്ററിന് നമുക്ക് ആ ഒരു കണ്ടൻറ്റ് അറിയാമെന്നുള്ളൊരു ബോധം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മാർക്ക് വീഴാനുള്ളൊരു ചാൻസാണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതുമ്പോഴും വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എക്സാം പേപ്പറിൽ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റ് 2-3 പേജസൊക്കെ വാല്യുവേറ്റേഴ്സ് നന്നായി നോക്കുന്നുള്ളത് കൊണ്ട് തന്നെ അത് നമുക്ക് വളരെ ഉറപ്പുള്ള ആൻസേഴ്സ്, അതല്ലെങ്കിൽ നമുക്ക് വളരെ കൺഫേം ആയിട്ട് അറിയാമെന്ന് ഉറപ്പുള്ള ആൻസേഴ്സ് മാത്രം എഴുതാം ആദ്യം. നമുക്ക് ഒരിക്കലും ഒരു 1, 2, 3 ഓർഡറിൽ എക്സാം എഴുതണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പോൾ പാർട്ട് എയിലത്തെ തന്നെ അറിയാവുന്ന ക്വസ്റ്റ്യൻസ്, പക്ഷേ ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റായിട്ട് എഴുതിയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എഴുതിയിട്ട് നമുക്ക് അറിയാവുന്ന ആൻസേഴ്സ് ഫസ്റ്റ് എഴുതുക. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒരു കൺഫ്യൂഷനുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാവും നമുക്ക് ചിലപ്പോൾ, അത് ലാസ്റ്റിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ആലോചിച്ച് എഴുതാൻ ശ്രമിക്കുക. ഒട്ടും നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. നമ്മുടെ ഈ ഒരു സെല്ലുലോസ് ബയോസിന്തസിലോട്ട് തിരിച്ചു വരാം. നമുക്ക് ആദ്യം ഒരു ഇൻട്രഡക്ഷൻ പോലെ എഴുതാം, എന്താണ് സെല്ലുലോസ് എന്നുള്ളതിനെക്കുറിച്ച്. എന്നിട്ട് നമുക്ക് അതിൻ്റെ പാത്വേയിലേക്ക് പോവാം. സെല്ലുലോസ് എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി ഫൗണ്ട് ഇൻ പ്ലാന്റ്സ് ആണ്. ആൻഡ് നമ്മുടെ പ്ലാന്റിൻ്റെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സെല്ലുലോസ് കൊണ്ടാണ്. മാത്രമല്ല സെല്ലുലോസ് എന്ന് പറയുന്നത് ആനിമൽസിൽ ആബ്സെൻ്റ് ആണ്, ഇത് കാണപ്പെടുന്നില്ല. സെല്ലുലോസിൻ്റെ കമ്പോസിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഗ്ലൂക്കോസിൻ്റെ യൂണിറ്റ്സ് കൊണ്ട് തന്നെയാണ്. ഗ്ലൂക്കോസ് കൊണ്ടുള്ളൊരു പോളിസാക്കറൈഡാണ് സെല്ലുലോസ് എന്ന് പറയുന്നത്. അതിൽ കൂടുതലായിട്ടും β1,4 ഗ്ലൈക്കോസിലിക് ബോൺസാണ് കാണപ്പെടുന്നത്. ആൻഡ് സെല്ലുലോസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈം നമ്മുടെ ബോഡിയിൽ കാണപ്പെടാത്തതുകൊണ്ട് തന്നെ അത് ഡൈജസ്റ്റബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ അതിനൊരു ന്യൂട്രിറ്റീവ് വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു ഫൈബറിൻ്റെ പോലെ തന്നെയാണ് അതിനെ കാണുന്നത്. നമ്മൾ ഒരു നോൺ ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആയിട്ടാണ് നമ്മളത് അറിയപ്പെടുന്നത്. ആൻഡ് നമുക്ക് പാത്വേയിലേക്ക് വരികയാണെങ്കിൽ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ആദ്യം ഹെക്സോകൈനേസ് എൻസൈമിൻ്റെ പ്രസൻസിൽ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആവുന്നു. ഫോസ്ഫോഗ്ലൂക്കോമ്യൂട്ടേസ് അതിനെ ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്നു. ദെൻ ആഫ്റ്റർ UDP ഗ്ലൂക്കോസ് പൈറോഫോസ്ഫോറിലേസ് UDP ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. ദെൻ സെല്ലുലോസ് സിന്തേസ് എന്ന് പറയുന്ന എൻസൈം ഗ്ലൂക്കൻ ചെയിൻ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനെ സ്ലൈസ് ചെയ്തിട്ട് ക്രിസ്റ്റലൈൻ സെല്ലുലോസ് ആയിട്ട് മാറുന്നു. അടുത്ത 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് സെറോട്ടോണിൻ സിന്തസൈസ് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് സെറോട്ടോണിൻ എന്താണെന്നുള്ളത് ആദ്യം എഴുതി വയ്ക്കാം. സെറോട്ടോണിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ എഴുതിയിട്ട് പാർട്ട് പോകുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത്. നമുക്കറിയാം സെറോട്ടോണിൻ എന്ന് പറയുന്നത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ആൻഡ് അത് ട്രിപ്റ്റോഫാനിൽ നിന്നുമാണ് സിന്തസൈസ് ചെയ്യുന്നത്. സെറോട്ടോണിൻ്റെ പാത്വേ എന്ന് പറയുന്നത് ഇതാണ്. ട്രിപ്റ്റോഫാൻ ആണ് അതിൻ്റെ പ്രിക്വേഴ്സർ മോളിക്യൂൾ എന്ന് പറയുന്നത്. ആദ്യം തന്നെ ട്രിപ്റ്റോഫാനെ ഹൈഡ്രോക്സിലേഷൻ ആണ് സംഭവിക്കുന്നത്. ഹൈഡ്രോക്സിലേഷൻ ഓൺ ദ 5th പൊസിഷൻ ബൈ ദ എൻസൈം tryptophan hydroxylase, and the tryptophan hydroxylase requires the action of tetrahydrobiopterin as a coenzyme ആയിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഈ ട്രിപ്റ്റോഫാൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈമിനെ തന്നെ ട്രിപ്റ്റോഫാൻ 5 മോണോക്സിജനേസ് എന്ന് വിളിക്കാറുണ്ട്. ആൻഡ് ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഹൈഡ്രോക്സിലേഷനാണ് സംഭവിക്കുന്നതല്ലോ. അപ്പോൾ ഹൈഡ്രോക്സി ട്രിപ്റ്റോഫാനാണ് ഉണ്ടാവണേ. നമ്മൾ ഓൾറെഡി പറഞ്ഞ 5th പൊസിഷനിലാണ് ഹൈഡ്രോക്സിലേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ 5 ഹൈഡ്രോക്സി ട്രിപ്റ്റോഫാൻ ഉണ്ടാകുന്നു. അവിടെ നിന്ന് ഡികാർബോക്സിലേഷൻ നടക്കുന്നു. ആൻഡ് pyridoxal phosphate is required for the enzyme action, and the product is serotonin. Serotonin is either known as 5-hydroxytryptamine. അപ്പോൾ ഇത്രയും എഴുതി വയ്ക്കുക. അതാണ് സെറോട്ടോണിൻ്റെ പാത്വേ എന്ന് പറയുന്നത്. നമ്മളിപ്പോഴും ഒരു മെറ്റാബോളിക് പാത്വേ എഴുതുമ്പോൾ അതിൽ എൻസൈം എഴുതുക, ഒപ്പം തന്നെ പ്രൊഡക്റ്റ് എന്താണ് ഉണ്ടാവേണ്ടതെന്നുള്ളത് എഴുതുക. അതിൻ്റെ കോഎൻസൈംസ് ഉണ്ടെങ്കിൽ അത് എഴുതുക, ATP റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ അത് എഴുതുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മസ്റ്റായിട്ടും എഴുതിയിരിക്കണം. ഇപ്പോൾ നമുക്കിപ്പം IM3 കൂടുതലും മെറ്റാബോളിക് പാത്വേസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഇതിന് പോയിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളിങ്ങനെ ഒരു ഓർഡറിൽ പഠിച്ച് പോവുകയാണെങ്കിൽ, അതായത്
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഹൈഡ്രോക്സിലേഷൻ സംഭവിക്കുന്നു, അപ്പോൾ ഹൈഡ്രോക്സിലേസ് എൻസൈം അങ്ങനെ കണക്ട് ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ മെമ്മറിയിൽ നിൽക്കും. അല്ലാണ്ട് നമ്മളൊരു ബൈ ഹാർട്ട് മെത്തേഡിലാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും അതിൻ്റെ ഇടയിൽ നിന്ന് ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ സീരിയസ് ആയിട്ട് നമുക്കൊന്നും കിട്ടാണ്ടാവും. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു തിങ്സിനെ വെച്ചിട്ട് ഓർമ്മിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഓർമ്മയിൽ നിൽക്കും. അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ദെൻ നമുക്ക് പോർഫൈറിൻ സിന്തസിസ് എന്ന് പറയുന്നത് 10 മാർക്ക് ക്വസ്റ്റ്യൻ ഉള്ളതാട്ടോ. അതായത് എസ് എ ക്വസ്റ്റ്യനാണ് ഈ പോർഫൈറിൻ ബയോസിന്തസിസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ എസ് എ ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ നന്നായിട്ട് എഴുതാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ എസ് എയിലാണ് നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഗ്രേഡിൻ്റെ ഒരു വെച്ചാൽ ബോർഡറിലാണ് നിൽക്കുന്നത് വെച്ചെങ്കിൽ നമുക്ക് എസ് എയിൽ കുറച്ചും കൂടി എസ് എ ക്വസ്റ്റ്യനിൽ കുറച്ചും കൂടി മാർക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കത് കുറച്ചും കൂടി ബെനിഫിറ്റാണ്. നമ്മുടെ ടോട്ടൽ മാർക്കിന് അത് എഫക്റ്റ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും എസ് എ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാണ്ട് എഴുതുക. നമുക്കൊന്നും അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് അറ്റംപ്റ്റ് ചെയ്തിട്ടെങ്കിലും വയ്ക്കുക. കാരണം വാല്യുവേറ്റർക്ക് നമുക്കൊരു പാസ് മാർക്കിലേക്ക് എത്തിക്കാൻ പറ്റണമെങ്കിൽ ഈ ഒരു എസ് എ ക്വസ്റ്റ്യൻ എഴുതിയാലേ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എസ് എ ക്വസ്റ്റ്യൻസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്യാണ്ട് എഴുതി പോകാൻ ശ്രമിക്കുക. നമുക്ക് നമ്മുടെ പാത്വേയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ പോർഫൈറിൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഹീം എന്ന് പറയുന്നതും രണ്ടും ഒന്നാണ്. അപ്പോൾ അത് ഒന്ന് ആലോചിച്ച് വെക്കുക. ചിലപ്പോൾ ഹീം സിന്തസിസ് ആവും ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിക്കുക, ചിലപ്പോൾ പോർഫൈറിൻ സിന്തസിസ് ആയിരിക്കും. രണ്ടായാലും ഈ പാത്വേ തന്നെയാണ് എഴുതേണ്ടത്. ദെൻ നമുക്ക് നമ്മുടെ പാത്വേയിലേക്ക് വരാം. ആദ്യം നമുക്ക് ഈ പോർഫൈറിൻ അല്ലെങ്കിൽ ഹീം ബയോസിന്തസിസിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കാം. ഹീം ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോർഫൈറിൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട് ആൻഡ് ഇറ്റ് ഈസ് പ്രൈമർലി സിന്തസൈസ്ഡ് ഇൻ ലിവർ ആൻഡ് എറിത്രോസൈറ്റ് പ്രൊഡ്യൂസിങ് സെൽസ് ഓഫ് ബോൺ മാരോ. അപ്പോൾ ഇത്രയും എഴുതുക. ജസ്റ്റ് നമുക്കൊരു ഇതിൻ്റെ ഒരു ഫർദർ ഡീറ്റെയിൽസ് അറിയാം എന്നുള്ളത് വാല്യുവേറ്ററിനെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കൊന്ന് ആ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കി എടുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു അതിൻ്റെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആദ്യം നമ്മൾ എഴുതി വയ്ക്കുന്നു. ദെൻ നമ്മുടെ പാത്വേയിലേക്ക് കടക്കുന്നു. പാത്വേ എന്ന് പറയുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സക്സിഡിൽ കോഎൻസൈമും ഗ്ലൈസീനും കൂടി കണ്ടൻസ് ചെയ്തിട്ട് ALA സിന്തറ്റൈസ് എൻസൈമിൻ്റെ പ്രസൻസിൽ ALA സിന്തൈസ് എൻസൈമിൻ്റെ പ്രസൻസിൽ ALA ഉണ്ടാകുന്നു. ALA എന്ന് പറഞ്ഞാൽ അമിനോ ലെവിലിനേറ്റിനെയാണ് നമ്മൾ ALA എന്ന് പറയുന്നത്. ആൻഡ് എൻസൈം റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് ഈസ് അമിനോ ലെവിലിനേറ്റ് സിന്തൈസ്. അപ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റിൻ്റെ പേര് അമിനോ ലെവിലിനേറ്റ്. ദെൻ ഈ ALA എന്നുള്ളതും നമ്മൾ ഇനി യൂസ് ചെയ്യാം. നമുക്കത് അമിനോ ലെവിലിനേറ്റ് എന്നൊക്കെ പറയുന്നത് കുറച്ച് എന്താണ് ലെങ്തി ആയതുകൊണ്ട് നമ്മൾ ALA എന്ന് പറഞ്ഞ് യൂസ് ചെയ്ത് പോകുന്നുണ്ട്. അമിനോ ലെവിലിനേറ്റിന് പകരം ALA യൂസ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള 2 ALA മോളിക്യൂൾസ് കൂടി ചേർന്നിട്ട് അമിനോ ലെവിലിനേറ്റ്, അതായത് ALA ഡിഹൈഡ്രേറ്റേസ് എൻസൈമിൻ്റെ പ്രസൻസിൽ പോർഫോബിലിനോജൻ എന്ന് പറയുന്ന PBG ഉണ്ടാകുന്നു. ഇവിടെ ഡിഹൈഡ്രേറ്റേസ് എൻസൈം ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു റിമൂവൽ ഓഫ് H2O മോളിക്യൂൾ ഉണ്ട്. ദെൻ 4 PBG മോളിക്യൂൾസ് കൂടി ജോയിൻ ചെയ്തിട്ട് യൂറോപോർഫൈറിനോജൻ 3 ഉണ്ടാകുന്നു. ആൻഡ് എൻസൈം റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് ഈസ് യൂറോപോർഫൈറിനോജൻ 1 സിന്തേസ്. നമ്മളിതിന് തന്നെ യൂറോപോർഫൈറിനോജൻ 3 കോസിന്തേസ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പാത്വേസിൽ ഒരുവിധം ആലോചിച്ച് വെക്കാനുള്ളൊരു ഒരു ടിപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏതാണോ റിയാക്ഷൻ നടക്കുന്നത് എന്നുള്ളതെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് എൻസൈം ആയിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കുക. പിന്നെ ഇപ്പോൾ ഒരു അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊരു റിയാക്ഷൻ നടക്കുന്നില്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ സിന്തേസ് എന്നുള്ള പേര് ചേർത്തിട്ട് അങ്ങനെ എൻസൈം ആക്കിയിട്ട്, അതായത് ഇപ്പോൾ ഇവിടെ യൂറോപോർഫൈറിനോജൻ 3 എന്ന് പറയുന്നത് യൂറോപോർഫൈറിനോജൻ 3 സിന്തേസ് എന്ന് പറയുന്ന എൻസൈമാണ് അവിടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അങ്ങനെ ആലോചിച്ചിട്ടൊന്ന് പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ദെൻ യൂറോപോർഫൈറിനോജൻ 3 എന്ന് പറയുന്നത് കോപ്രോപോർഫൈറിനോജൻ 3 ആയിട്ട് മാറുന്നു ബൈ ഡീകാർബോക്സിലേസ് എൻസൈം ആൻഡ് ദർ ഇസ് എ റിമൂവൽ ഓഫ് CO2 ഗ്രൂപ്പ്. ദെൻ കോപ്രോപോർഫൈറിനോജൻ 3 എന്ന് പറയുന്നത് പ്രോട്ടോപോർഫൈറിനോജൻ 9 ആയിട്ട് മാറുന്നു ബൈ കോപ്രോപോർഫൈറിനോജൻ ഓക്സിഡേസ്. ആൻഡ് പ്രോട്ടോപോർഫൈറിനോജൻ 9 എന്ന് പറയുന്നത് പ്രോട്ടോപോർഫൈറിൻ 9 ആയിട്ട് മാറുന്നു ബൈ പ്രോട്ടോപോർഫൈറിനോജൻ ഓക്സിഡേസ്. അതായത് കോപ്രോപോർഫൈറിനോജൻ 3യിൽ നിന്ന് പ്രോട്ടോപോർഫൈറിനോജനും പ്രോട്ടോപോർഫൈറിനോജനിൽ നിന്ന് പ്രോട്ടോപോർഫൈറിനും ഉണ്ടാകുന്നിടത്തും രണ്ടും ഓക്സിഡൈസ് എൻസൈമാണ്. അപ്പോൾ പ്രോട്ടോപോർഫൈറിനോജൻ ആൻഡ് പ്രോട്ടോപോർഫൈറിൻ എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടും ഓക്സിഡൈസ് എൻസൈം തന്നെയാണ്. ദെൻ പ്രോട്ടോപോർഫൈറിൻ 9ൽ നിന്ന് ഹീം ഉണ്ടാകുന്നു ബൈ ഫെറോചീലേസ് എന്ന് പറയുന്ന എൻസൈം അതിലേക്ക് അയേണിനെ സപ്ലിമെൻറ്റ് ചെയ്യുന്നു. അതായത് പ്രോട്ടോപോർഫൈറിൻ 9ലോട്ട് ഫെറോചീലേസ് എന്ന് പറയുന്ന എൻസൈം അയേണിനെ ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് അത് ഹീമായിട്ട് മാറുന്നത്.
അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹീമിൻ്റെ സ്ട്രക്ചറിൽ പോർഫയർ റിങ്സ് ഉണ്ട്. ആ റിങ്സ് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു അയേൺ ഗ്രൂപ്പിനെ കൊണ്ടുവന്ന് വയ്ക്കുമ്പോഴാണ് അത് ഹീമായിട്ട് മാറുന്നത് എന്നുള്ളത് ആലോചിക്കുക. എന്നിട്ട് പാർട്ട് ഒന്ന് പഠിച്ച് നോക്കിയിട്ട് എഴുതി നോക്കിയാൽ കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ഇങ്ങനെ രീതിയിലൊന്ന് പഠിച്ചു നോക്കൂ നിങ്ങൾ. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് സ്റ്റാർച്ച് സിന്തസിസ് ആണ്. ഈ സ്റ്റാർച്ച് സിന്തസിസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ല. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ അല്ല. ബട്ട് നമ്മളൊരു അഡീഷണൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ നമ്മളത് ആഡ് ചെയ്തു എന്നുള്ളത് മാത്രം. എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. സ്റ്റാർച്ച് ബയോസിന്തസിസ് എന്ന് പറയുന്നത് ആക്ച്വലി സ്റ്റാർച്ച് ബയോസിന്തസിസും അതുപോലെ തന്നെ സൂക്രോസ് ബയോസിന്തസിസ് എന്ന് പറയുന്നതും കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷേ എക്സാക്ട്ലി അത് രണ്ട് പാത്വേസ് ആണെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ട്. കുറച്ച് നമുക്ക് പറയുമ്പോൾ മനസ്സിലാവും. അതായത് സൂക്രോസ് ബയോസിന്തസിസ് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു സിമിലാരിറ്റി ഉണ്ടെന്ന് നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് ഇതും ട്രയോസ് ഫോസ്ഫേറ്റിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർച്ചിൻ്റെ സിന്തസിസ് എന്ന് പറയുന്നത്. ട്രയോസ് ഫോസ്ഫേറ്റ് ആൾട്ടോലൈസ് എൻസൈമിൻ്റെ പ്രസൻസിൽ ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റേസ് എൻസൈം ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്നു. അതിനെ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു ബൈ ഐസോമറൈസ് എൻസൈം വഴി. ദെൻ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് മ്യൂട്ടേസ് എൻസൈം വഴി ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ് ആയി മാറുന്നു. ദെൻ ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ADP പൈറോഫോസ്ഫോറിലൈസ് എൻസൈം വഴി ADP ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നു. ആൻഡ് ADP ഗ്ലൂക്കോസിൽ നിന്ന് ദെൻ സ്റ്റാർച്ച് സിന്തൈസ് എൻസൈം വഴി സ്റ്റാർച്ച് സിന്തസൈസ് ചെയ്യുന്നു. അപ്പം ഇതിൽ സിമിലാരിറ്റീസ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ഈ UDP ഗ്ലൂക്കോസ് ആണ് സൂക്രോസിലെ ADP ഗ്ലൂക്കോസ് ആണ് സ്റ്റാർച്ചിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പാത്വേസും ഏകദേശം സെയിം ആണ്. എൻസൈംസും അതുവരെയുള്ള എൻസൈംസ്, അതായത് ADP ഗ്ലൂക്കോസ് ഉണ്ടാകുന്നത് വരെയുള്ള എൻസൈംസ് ഒക്കെ സെയിം ആണ്. സ്റ്റാർച്ച് ബയോസിന്തസിസിൽ ADP ഗ്ലൂക്കോസ് ആണെങ്കിൽ സൂക്രോസ് ബയോസിന്തസിൽ വരുന്നത് UDP ഗ്ലൂക്കോസ് ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് ADP ഗ്ലൂക്കോസിൽ നിന്ന് സ്റ്റാർച്ച് സിന്തേസ് ആണ് അടുത്ത എൻസൈം, മറ്റേതിൽ സൂക്രോസ് സിന്തേസ് ആണ് എൻസൈം എന്നുള്ള വ്യത്യാസം മാത്രം. ദെൻ ആലോചിച്ച് വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റാർച്ചിൽ 2 കമ്പോണൻസ് ഉണ്ട്. അമൈലോസും ഉണ്ട്, അമൈലോപെക്റ്റിനും ഉണ്ട്. അമൈലോസ് എന്ന് പറയുന്നതിൽ ആൽഫ 1,4 ബ്ലോണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ അമൈലോപെക്റ്റിൻ എന്ന് പറയുന്നത് ഏകദേശം ഗ്ലൈക്കോജൻ്റെ പോലെയാണ്. അതിൽ എക്സ്ട്രാ ഒരു ബ്രാഞ്ചിങ് പോയിൻറ്റും കൂടെ ഉണ്ട്. അതായത് ആൽഫ 1,4ന് പുറമേ ആയിട്ട് ആൽഫ 1,6 ബോണ്ട്സും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ആൽഫ 1,6 ബോണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു ADP ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസിനെ ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗ്ലൈക്കോജൻ ബയോസിന്തസിസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അതിലൊരു പ്രീ എക്സിസ്റ്റിംഗ് ഫ്രാഗ്മെൻ്റ് ഉണ്ട്, അത് പ്രൈമറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അവിടെ നിന്ന് അതിലോട്ടാണ് നമ്മുടെ ഈ ഗ്ലൂക്കോസ് ആഡ് ചെയ്ത് വരുന്നത് എന്നുള്ളത് പറഞ്ഞു. അതേപോലെ തന്നെയാണ് നമ്മുടെ സ്റ്റാർച്ച് ബയോസിന്തസിസിലും ഒരു പ്രീ എക്സിസ്റ്റിംഗ് ഫ്രാഗ്മെൻറ്റ്, അതായത് പ്രൈമറിൻ്റെ നോൺ റെഡ്യൂസിങ് എൻഡിലേക്കാണ് ADP ഗ്ലൂക്കോസ് മോളിക്യൂളിന് കൊടുക്കുന്നത്. അങ്ങനെ ആ നോൺ റെഡ്യൂസിങ് എൻഡിൽ ഗ്ലൂക്കോസിനെ ആഡ് ചെയ്ത് വരുന്നു. ആൽഫ 1,4 ബോണ്ടുകൾ വെച്ചിട്ടാണ് അവിടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദെൻ ഇതിലേക്ക് നമ്മൾ ഒരു ബ്രാഞ്ചിങ് പോയിന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ബ്രാഞ്ചിങ് എൻസൈം തന്നെയാണ് നമ്മുടെ ഗ്ലൈക്കോജൻ ബയോസിന്തസിസ് പോലെ തന്നെ ഇവിടെയും ബ്രാഞ്ചിങ് എൻസൈം വരുന്നു. ആൽഫ 1,6 ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അതെന്ന് വെച്ചാൽ ഈ ഒരു ഗ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൽഫ 1,4 ബോണ്ടിൽ ഒരു ബ്രേക്കേജ് ഉണ്ടാക്കിയിട്ട് അവിടെയാണ് ആ നോൺ റെഡ്യൂസിങ് എൻഡിലോട്ടാണ് പുതിയ ഗ്ലൂക്കൻ ചെയിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ നിന്ന് അങ്ങനെ ആൽഫ 1,6 ബോണ്ട് ഉണ്ടായിട്ട് അങ്ങനെ ഒരു അമൈലോപെക്റ്റിൻ എന്ന് പറയുന്ന സ്റ്റാർച്ച് കമ്പോണൻ്റ് ഉണ്ടായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ റെഗുലേഷനും കൂടെ ഞാനിതിലൊരു സ്ലൈഡായിട്ട് എടുത്തിട്ടുണ്ട്. റെഗുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ കമ്പോണൻസ് ഒക്കെ, അതായത് ആക്ടിവേറ്റേഴ്സും ഇൻഹിബിറ്റേഴ്സും ഒക്കെ നമ്മൾ സൂക്രോസ് ബയോസിന്തസിസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു റെഗുലേഷൻ ഈസ് എ കോർഡിനേറ്റഡ് റെഗുലേഷനാണ് സൂക്രോസ് ബയോസിന്തസിസിലും സ്റ്റാർച്ച് ബയോസിന്തസിസിലും ഉള്ളത്. നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളത്. അതായത് ഇൻ പ്രസൻസ് ഓഫ് ഡാർക്കിൽ നമ്മുടെ ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആയിരിക്കും അവിടെ കൂടുതലുണ്ടായിരിക്കുക. ആ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ കമ്മിറ്റഡ് സ്റ്റെപ്പ് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് ഇവിടുത്തെ ADP ഗ്ലൂക്കോസ് പൈറോഫോസ്ഫോറിലൈസ് എൻസൈമാണ്. അപ്പോൾ അതാണ് കൂടുതൽ റെഗുലേറ്റ് ചെയ്യപ്പെടുന്ന എൻസൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ADP ഗ്ലൂക്കോസ് പൈറോഫോസ്ഫോറിലൈസിൻ്റെ ഇൻഹിബിറ്ററാണ് ഈ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ഇൻഹിബിറ്റർ ആകുമ്പോൾ എന്താ സംഭവിക്കുക, ഈ എൻസൈം ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിയാക്ഷൻ നടക്കില്ല, ADP ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഉണ്ടാവില്ല. സോ സ്റ്റാർച്ച് ബയോസിന്തസിസ് എന്ന് പറയുന്നത് അവിടെ ഇൻഹിബിറ്റ് ചെയ്യപ്പെടും. പക്ഷേ ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് ദർ വിൽ ബി ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ്. ആൻഡ് ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ നമുക്ക് ഈ ട്രയോസ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് സിന്തസൈസ് ചെയ്യപ്പെടും. ട്രയോസ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ആക്ടിവേറ്ററാണ് ഇവിടുത്തെ എൻസൈമിൻ്റെ. സോ ഈ റിയാക്ഷൻ നടക്കുന്നു, ഫോർവേഡായിട്ട് നടക്കുന്നു, ആൻഡ് പ്രൊഡക്റ്റായിട്ടുള്ള ADP ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു.
and this ADP glucose will enters to starch biosynthesis. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ വരുന്നത്. ഇനി നമുക്ക് കുറച്ച് എങ്ങനെ IM3 കുറച്ച് സിമ്പിളായിട്ട് എഴുതാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നിങ്ങളൊരിക്കലും ഒരു ഡയറക്റ്റായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചിട്ട് എക്സാമിന് പോകണ്ട. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് നമുക്കൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് എപ്പോഴും IM3 വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ട്വിസ്റ്റ് എപ്പോഴും ആലോചിച്ച് വെച്ചിട്ട് പഠിക്കുമ്പോൾ നമ്മൾ സിലബസ് വെച്ചിട്ട് പഠിക്കുക എപ്പോഴും. കാരണം സിലബസ് ബേസ് ചെയ്തിട്ടാണ് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ആ സിലബസ് വെച്ച് പഠിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നിങ്ങൾക്ക് ഈസിയർ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സിലബസിലുള്ളതെല്ലാതും കവർ ചെയ്തിട്ടില്ലേ നോക്കുക. അതായത് ഇപ്പോൾ എല്ലാ ബയോസിന്തസിസും നമുക്ക് എല്ലാ ബയോസിന്തസിസും ചോദിക്കണമെന്നില്ല, പക്ഷേ ഈ 2 മാർക്കിൻ്റെ സെക്ഷനിൽ നമുക്ക് ചോദിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സിലബസിലുള്ള എല്ലാ പോർഷൻസും ആദ്യം കവർ ചെയ്തിട്ടില്ലേ എന്നുള്ളത് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ പാത്ത് വേസും നിങ്ങളൊന്നും കൂടെ മെമ്മറൈസ് ചെയ്ത് നോക്കുക. അതായത് ഇപ്പോൾ എല്ലാ പാത്ത് വേസും നിങ്ങൾ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾ വളരെ കൺഫ്യൂഷൻ ആവും. അതെവിടെയാണ്, ഇവിടെയാണ്, ആ പ്രൊഡക്റ്റ് എവിടെയാണോ, ഈ പ്രൊഡക്റ്റ് എവിടെയാണോ, ആ ഇൻ്റർമീഡിയറ്റ് എവിടെയാണ്, ആ എൻസൈം എന്താണ്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാം, കുറേ സംശയങ്ങൾ വരാം. അതായത് ആ ഒരു പ്രൊഡക്റ്റ് എവിടെയാണ് പഠിച്ചതെന്ന് ചില ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്നും കൂടി ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ ഒന്നും കൂടെ മെമ്മറൈസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്കത് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഏകദേശം ഒരു 100% ഷുവർ ഞാൻ പറയുന്നില്ല, പക്ഷേ ഇങ്ങനെയും വരാം, ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയും വരാനായിട്ട്. അപ്പോൾ കഴിഞ്ഞ IM2ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു മോഡലിലാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. ഒരു ഇൻഡയറക്റ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങളെങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിസ്കസ് ദ പാത്വേ ഇൻവോൾവ് ഇൻ ദ സിന്തസിസ് ഓഫ് വൈറ്റമിൻ ഡി എൻഡോജീനിയസ്ലി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് അത് എഴുതേണ്ടതെന്ന് വെച്ചാൽ എൻഡോജീനിയസ്ലി നമ്മുടെ വൈറ്റമിൻ ഡി കിട്ടുന്നത് ഓൺലി ത്രൂ കൊളസ്ട്രോൾ എന്ന് മാത്രമാണ്. അപ്പോൾ കൊളസ്ട്രോളിൽ നിന്ന് എങ്ങനെയാണ് ആ വൈറ്റമിൻ ഡി ഉണ്ടാകുന്നത് എന്നുള്ള പാത്വേ നമ്മൾ എഴുതി വയ്ക്കുക. നമുക്ക് വൈറ്റമിൻ ഡിയുടെ വേറൊരു സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ്. അപ്പോൾ സൺലൈറ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ സോഴ്സാണ്, പക്ഷേ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് എൻഡോജീനിയസ് ആയിട്ടുള്ള പാത്വേ ആണ്. അപ്പോൾ കൊളസ്ട്രോളിൽ നിന്ന് നമ്മൾ വൈറ്റമിൻ ഡി ഉണ്ടാകുന്ന പാത്വേ ആണ് നമ്മളവിടെ വരയ്ക്കേണ്ടത്. ഇതേപോലെ തന്നെ ഹൗ ഈസ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ആർ സിന്തസൈസ്ഡ്. അപ്പോൾ നമുക്ക് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ആദ്യം അറിയണം. ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു സ്റ്റിറോയിഡ് ഹോർമോണാണ്. ഇത് സിന്തസൈസ് ചെയ്യുന്നത് നമ്മുടെ കൊളസ്ട്രോളിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മളൊരു ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ച് പോവുക. ഒപ്പം തന്നെ നമ്മൾ ഇപ്പോൾ പ്യൂരിൻ ആൻഡ് പിരമിഡിൻ മെറ്റബോളിസത്തിലാണെന്നുവെച്ചെങ്കിൽ ഡയറക്റ്റ് നിങ്ങളെങ്ങനെ ഒരു അഡനോസിൻ മോണോഫോസ്ഫേറ്റ് സിന്തസൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ ഒരു AMP സിന്തസൈസ് ചെയ്യുന്നത് പ്രതീക്ഷിക്കേണ്ട. അതിന് പകരമായിട്ട് ചിലപ്പോൾ അതിൽ വളരെ അൺഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കരുതിയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു പോവുക. ചെറിയ ടോപ്പിക്കുകൾ എപ്പോഴും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് പഠിച്ചു പോവുക. ഫോർ എക്സാമ്പിൾ ഹൗ ഈസ് എ ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് ഈസ് ഫോംഡ്. അപ്പോൾ നമ്മളതൊരു ചെറിയൊരു സെക്ഷനാണ് ശരിക്കും. നമ്മൾ ശ്രദ്ധിക്കപ്പെടാണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഡെറിവേറ്റീവ്സ് ഓഫ് അമിനോ ആസിഡ്സ് എന്നുള്ളൊരു സെക്ഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ചിട്ടുള്ള അതായത് ഇപ്പോൾ അരോമാറ്റിക് അമിനോ ആസിഡ്സ് ഗ്ലൈസിൻ, വാലിൻ, മെഥിയോണിനൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ അമിനോ ആസിഡ്സിൽ നിന്ന് സിന്തസൈസ് ചെയ്യുന്ന പെപ്റ്റൈഡ്സ് പഠിച്ചു പോവുക. അപ്പോൾ ഗ്ലൈസീനിൽ നിന്നാണ് വെച്ചെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹീമ് വരുന്നുണ്ട്, ക്രിയാറ്റിൻ വരുന്നുണ്ട്, ഗ്ലൂട്ടത്തിയോൺ വരുന്നുണ്ട്. അപ്പോൾ അത് പഠിക്കുക. ഒപ്പം തന്നെ ഇതേപോലെ എല്ലാത്തിൽ നിന്നും ട്രിപ്റ്റോഫാൻ ആണെച്ചെങ്കിൽ സെറോട്ടോണിൻ, മെലാറ്റോണിൻ വരുന്നുണ്ട്. ആൻഡ് തൈറോസിൻ, ഫിനൈലലാനിൻ നിന്നാണെച്ചെങ്കിൽ നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മെലാനിൻ പിഗ്മെൻറ്റ്, മെലാനിനൊക്കെ സിന്തസൈസ് ചെയ്യുന്നത് തൈറോസിൻ, ഫിനൈലലാനിൻ നിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെപ്റ്റൈഡ്സ് നോക്കി വയ്ക്കുക. അതെങ്ങനെയാണ് സിന്തസൈസ് ചെയ്യുന്നതെന്നുള്ളത് നോക്കി വയ്ക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ സെറോട്ടോണിൻ, ഗാബ ബയോസിന്തസിസ് നോക്കുക. ഒന്ന് എങ്ങനെയാണ് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ സിന്തസൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഗാബ എഴുതി വയ്ക്കാം, ഗാബ എങ്ങനെയാണ് ഉണ്ടാകുന്നുള്ള പാത്വേ എഴുതാം, അല്ലെങ്കിൽ സെറോട്ടോണിൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ള പാത്വേ എഴുതാം. അങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതേപോലെ തന്നെ വേറെ ഒരു ക്വസ്റ്റ്യനാണ് ഹൗ വാസ് ബ്രെയിൻ സിന്തസൈസ് ദ പ്യൂരിൻ ന്യൂക്ലിയോടൈഡ്സ്. ബ്രെയിനിൽ എങ്ങനെയാണ് പ്യൂരിൻ ന്യൂക്ലിയോടൈഡ്സിൻ്റെ സിന്തസിസ് നടക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രെയിനിലെ ഡിനോവോ സിന്തസിസ് ഈസ് നോട്ട് പോസിബിൾ. സോ സാൽവേജ് പാത്വേ ആണ് നമ്മുടെ പ്യൂരിൻ ന്യൂക്ലിയോടൈഡ്സിൻ്റെ സാൽവേജ് പാത്വേ ആണ് ബ്രെയിനിലും അതേപോലെ തന്നെ എറിത്രോസൈറ്റ്സിലും നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സാൽവേജ് പാത്വേ ആണ് അവിടെ എഴുതേണ്ടത്. പക്ഷേ അതിന് പകരമായിട്ട് നിങ്ങൾ ആ ഡിനോവോ പാത്വേ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക.
പിന്നെ അതേപോലെ തന്നെ ഡീഗ്രഡേഷൻ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഡീഗ്രഡേഷൻ പാത്ത് വേ എഴുതാനല്ല പറയുക. ഇപ്പോൾ നമ്മുടെ ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നൊരു ക്വസ്റ്റ്യനാണ് ഗ്വാനിൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡീഗ്രേഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ ഗ്വാനിൻ എന്ന് പറയുന്നത് ഡീഗ്രേഡ് ചെയ്യുന്നത് ഹൗ ഈസ് ഗ്വാനിൻ ഈസ് കൺവേർട്ടഡ് ടു യൂറിക് ആസിഡ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ അതൊരു ഡീഗ്രഡേറ്റീവ് പാത്വേ ആണ് ശരിക്ക്. ഗ്വാനിൻ എന്ന് പറയുന്നത് ഗ്വാനേസ് എൻസൈം വഴി ക്സാന്തിനായിട്ട് മാറുന്നു. ക്സാന്തിൻ എന്ന് പറയുന്നത് പിന്നെ യൂറിക് ആസിഡായിട്ട് മാറുകയായിരുന്നു ചെയ്തത്. അങ്ങനെ എക്സ്ക്രീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊരു ചെറിയൊരു സ്റ്റെപ്പേ ഉള്ളൂ അത്. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് മനസ്സിലാവില്ല ചിലപ്പോൾ ചില സമയത്ത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് പോവുക. അതേപോലെ തന്നെ HGPRTase എന്ന് പറയുന്ന എൻസൈമിൻ്റെ പേര്, അതായത് ചിലപ്പോൾ അത് ഫുൾ ഫോം ആയിരിക്കില്ല ചോദിക്കുക. ചിലപ്പോൾ നമുക്ക് HGPR എന്നുള്ളത് അറിയാമെന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ അതിൻ്റെ ഹൈപ്പോക്സാന്തിൻ ഗ്വാനിൻ ഫോസ്ഫോറൈബോസിൽ ട്രാൻസ്ഫറേസ് എന്നുള്ളത് ചോദിച്ചിട്ട് അതിൻ്റെ ആക്ഷൻ എന്താണെന്നുള്ളത് ചോദിക്കാം. അങ്ങനെയും ചോദിക്കാം. പിന്നെ നെക്സ്റ്റ് ഒരു വരേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ IPP എന്ന് പറയുന്നത് ശരിക്കും കൊളസ്ട്രോൾ ബയോസിന്തസിസിൽ വരുന്നൊരു ഇൻ്റർമീഡിയറ്റ് ആണ്. അപ്പോൾ ഹൗ ഈസ് ഐസോപെൻറ്റനിൽ പൈറോഫോസ്ഫേറ്റ് ഈസ് ഫോംഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കൊളസ്ട്രോൾ ബയോസിന്തസിസ് ആണ് എഴുതേണ്ടത്. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് കൊളസ്ട്രോൾ ബയോസിന്തസിസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പറേഷൻ ചെയ്തവർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നവർ ട്വിസ്റ്റിംഗ് ആയിട്ട് എങ്ങനെയാണ് ഐസോപെൻറ്റനിൽ പൈറോഫോസ്ഫേറ്റ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കേണ്ട ആവശ്യം വരും എങ്ങനെയാണത് ഫോം ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു രീതിയിൽ ഇപ്പോൾ എല്ലാ ഇൻ്റർമീഡിയറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ചിലപ്പം ഓർമ്മ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയുള്ളത് നിങ്ങൾ മാർക്ക് കളയാണ്ട് എഴുതാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ബയോസിന്തസിസ് ഓഫ് ന്യൂക്ലിയോട്ടൈഡ് കോഎൻസൈംസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ FMN, FAD, NAD, കോഎൻസൈം എ എന്നൊക്കെ പറയുന്ന കോഎൻസൈംസിൻ്റെ സിന്തസിസ് എങ്ങനെയാണെന്നുള്ളത് അത് ശരിക്കും നമ്മുടെ പിരമിഡിൻ ന്യൂക്ലിയോട്ടൈഡ് മെറ്റബോളിസത്തിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതൊന്ന് മറക്കാതെ പഠിച്ചു വയ്ക്കുക. അതും കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. സ്കിപ്പ് ചെയ്യാണ്ടത് പഠിച്ചു പോവുക. പിന്നെ നമ്മൾ പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാ റെഗുലേഷൻസും പഠിച്ചു വയ്ക്കുക. കാരണം കമ്മിറ്റഡ് സ്റ്റെപ്പ് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുമെന്ന് 100% ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്മിറ്റഡ് സ്റ്റെപ്പ് അറിയണമെങ്കിൽ നമുക്ക് റെഗുലേഷൻ എന്താണെന്നുള്ളത് പഠിച്ചു വെക്കണം. റെഗുലേഷൻ അറിഞ്ഞാൽ മാത്രമാണ് കമ്മിറ്റഡ് സ്റ്റെപ്പ് എങ്ങനെയാണെന്നുള്ളത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ അത്രയൊക്കെയാണ് നമുക്കൊരു ഓവറോളായിട്ട് ഒരു ഡിസ്കഷൻ വെക്കാനുണ്ടത് ശരിക്കും IM3യുടെ. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നല്ല രീതിയിൽ എക്സാം എഴുതാൻ കഴിയട്ടെ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം ആൻഡ് താങ്ക് യു ഓൾ.